ഫഖാല റജുലുൻ മിനൽ അൻസ്വാരി, അൻസ്വാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, അതല്ലെങ്കിൽ ചോദിച്ചു, മൻ അക്കിയസുന്നാസി വ അക്രമുന്നാസി യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ ദൂതരെ, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ജനങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ദിക്റൻ ലിൽ മൗതി വ അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു. അക്സറുഹും ദിക്റൻ ലിൽ മൗത്. ജനങ്ങളിൽ ഏറ്റവും അധികം മരണത്തെ സ്മരിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. മരണത്തെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു. മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നവരുമാണ് ബുദ്ധിമാന്മാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജനങ്ങളിൽ ഏറ്റവും അധികം മരണത്തെ സ്മരിക്കുന്നവരും ഏറ്റവും അധികം മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളും ഉലൈക ഹുമുൽ അഖിയാസ്, അവർ തന്നെയാണ് ബുദ്ധിമാന്മാർ. ഇഹലോകത്തിന്റെ മഹത്വവുമായി പരലോകത്തിന്റെ ആദരവുമായി അവർ പോയിരിക്കുന്നു, അവർ കൊണ്ടുപോയിരിക്കുന്നു. ഇഹത്തിന്റെ മഹത്വവും പരലോകത്തിന്റെ ആദരവും അവർ കൊണ്ടുപോയി. ആര്? മരണത്തെ ഏറ്റവും അധികം സ്മരിക്കുകയും മരണത്തിന് വേണ്ടി ഏറ്റവും അധികം തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളുകൾ. എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? നമുക്കറിയാം, സുഹൃതങ്ങൾ കൊണ്ട്, സുഹൃതധന്യമായ ജീവിതം കൊണ്ട്, അതോടൊപ്പം തന്നെ ജീവിതത്തെ എപ്പോഴും ആത്മവിചാരണ നടത്തിക്കൊണ്ടും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരും മരണത്തെ സ്മരിക്കുന്നവരുമായി നമ്മൾ ഓരോരുത്തരും മാറണം. നാഥൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.